എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ രുചിക്കൂട്ടുമായിട്ടാണ്. അതായത് ബീറ്റ്റൂട്ട് കടല ഉപ്പേരി. ഉപ്പേരി എന്ന് നമ്മൾ തൃശ്ശൂർക്കാർ പറയും, അതായത് മെഴുക്ക് വരട്ടി എന്ന് ചുരുക്കം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. വളരെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോയിൽ ഉണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പി ആയിരുന്നു, ഡിഷായിരുന്നു ഇത്. പക്ഷേ എങ്ങനെയോ മറന്നുപോയത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഇതൊന്ന് ചെയ്ത് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഓർമ്മപ്പെടുത്തിയവർക്ക് എല്ലാവർക്കും നന്ദി. ഈ ഒരു കൂട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ചോറിൻ്റെ കൂടെ ഇത് മാത്രം കൂട്ടി നമുക്ക് സൂപ്പറായിട്ട് ഒരു പറ ചോറുണ്ടാന്നൊക്കെ പറയില്ലേ. പക്ഷെ ഒരു പറയൊന്നും ചോറുണ്ട് കേട്ടോ, കുറച്ച് ഗുണം കഴിച്ചാൽ മതി. പക്ഷെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുള്ള റെസിപ്പി ആയിരുന്നു കടായി ചിക്കൻ. പക്ഷെ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, കാഴ്ചയില്ല. അതൊരു ദുഃഖകരമായ ഒരു സത്യമാണ്. എനിവേ, അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. വീക്കെൻഡ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ബീറ്റ്റൂട്ട് കടല മെഴുക്ക് വരട്ടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കടലയും ബീറ്റ്റൂട്ടും മെഴുക്ക് വരട്ടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 ഗ്ലാസ് കടല ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുതിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം അത് വെള്ളത്തിലിടാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം കടല നന്നായി കുതിർന്നു കഴിഞ്ഞാൽ മാത്രമാണ് നന്നായി കുക്കായി കിട്ടുള്ളൂ, അതേപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് അത് മറക്കരുത്. കടല ഇല്ലെങ്കിൽ, ഇതേപോലെ ബ്ലാക്ക് കടല അല്ലെങ്കിൽ നമുക്ക് വെള്ളക്കടല ഉപയോഗിച്ചിട്ടും ചെയ്യാം സെയിം റെസിപ്പി. അതല്ലെങ്കിൽ ഗ്രീൻ പീസ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഗ്രീൻ പീസ് എടുക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് നല്ല ഡ്രൈ ആയിട്ടുള്ള, അതായത് ഉണക്കിയിട്ടുള്ള ഗ്രീൻ പീസ് ആണ്. ഫ്രഷ് ഗ്രീൻ പീസ് വെച്ചിട്ടും ചെയ്യാം, പക്ഷെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഫ്രഷ് വെച്ചിട്ടും ഫ്രോസൺ വെച്ചിട്ടും കിട്ടില്ല കേട്ടോ. അപ്പോൾ ബ്ലാക്ക് കടലയോ വെള്ളക്കടലയോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ ഇതേപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം ആദ്യം തന്നെ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ കടലയിലോട്ട് ആദ്യം ഇടാൻ പോകുന്നത് ഉപ്പാണ്. കടല, പയറ്, പരിപ്പ് മുതലായ പയറുവർഗ്ഗങ്ങളിലോട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവില്ല എന്ന് പറയാറുണ്ട് പഴമക്കാര്. അത് ശരിയാണ്, പക്ഷെ അത് നമ്മൾ കുക്കറിൽ ഇടുമ്പോൾ പ്രശ്നമൊന്നുമില്ല. കടലയിൽ ഉപ്പിട്ട് വെച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ കുറേ സമയം പിടിക്കും ഉപ്പ് പിടിക്കാൻ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലോട്ട് ഉപ്പിടുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിതിലേക്ക് മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് വേണ്ട, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കാം. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിൽ വെക്കാം. 6 വിസിലൊക്കെ കഴിഞ്ഞ് ഇതിന്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക. എന്നിട്ട് കുക്കായി എന്ന് ഉറപ്പ് വരുത്തുക. അത് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പൊ പ്രഷർ കുക്കർ ഇല്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പത്ത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. പാത്രത്തിലൊക്കെ വേവിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, വെള്ളം അത്യാവശ്യം വേണം. ഇതേപോലെ 1 ഗ്ലാസ് വെള്ളത്തിലൊന്നും കടല വേവില്ല. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കാൻ മറക്കരുത്. അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് റെഡിയാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു 3 ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ബീറ്റ്റൂട്ടിന്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളറുള്ള ബീറ്റ്റൂട്ട് ആയിരിക്കണം കേട്ടോ. മാത്രമല്ല ബീറ്റ്റൂട്ട് ചെറിയൊരു കഷ്ണം കഴിച്ച് നോക്കുക. ചില ബീറ്റ്റൂട്ട് കഴിക്കുമ്പോൾ ഒരു കയ്പ്പ് രസം ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ബീറ്റ്റൂട്ടൊക്കെ നമ്മൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ കറി തന്നെ കഴിക്കാൻ പറ്റില്ല. എല്ലായ്പ്പോഴും കിട്ടുന്ന ബീറ്റ്റൂട്ട് അല്ല കേട്ടോ, ചിലപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ബീറ്റ്റൂട്ട് ഒരു ചെറിയ പീസ് കഴിച്ച് നോക്കിയിട്ട് തന്നെയാണ് കറി വെക്കാറുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കത്തി വെച്ച് മുറിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതുമല്ലെങ്കിൽ ചോപ്പറിൽ നമുക്ക് നന്നായി ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത് അതനുസരിച്ച് അരിഞ്ഞോളൂ. ഞാനിപ്പോൾ ഒരു ബീറ്റ്റൂട്ട് എങ്ങനെയാണ് അരിയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ പുതിയതായിട്ട് കുക്കിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അറിയാവുന്നവർ ഇതൊന്ന് സ്കിപ്പ് ചെയ്തോളൂ. ഞാൻ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടിയിൽ ബീറ്റ്റൂട്ട് എങ്ങനെയാണ് നല്ലതെന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് കുറേ പേര് തമാശയും പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ട്, ചീത്തയും പറഞ്ഞിട്ടുണ്ട്. കടക്കാർ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം തന്നെ നീളത്തിൽ അരിയാ. ഞാൻ പുതിയ കത്തി വാങ്ങിച്ചു കേട്ടോ, ഐക്യ എന്നുള്ള കത്തിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചെറിയ കത്തി ഉണ്ട്, ആ ചെറിയ കത്തി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വ്ളോഗിൽ കാണിച്ചു തരാം. എവിടുന്ന കിട്ടിയെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വ്ളോഗിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പം ഇത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം ഈ ഒരു അളവിൽ. ഞാനിപ്പോൾ ചോപ്പറിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ചോപ്പറും ഗ്രേറ്ററും ഇല്ലാത്തവർക്കാണ് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഞാനിത് ചോപ്പറിൽ ചോപ്പ് ചെയ്തതിന് ശേഷം കൊണ്ടുവരാം കേട്ടോ. ഇതാ അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരിഞ്ഞ പോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഒരുപാട് നൈസാക്കണ്ട, അതേസമയം ഒരുപാട് വലുതാക്കണ്ട. ഇതിലേക്ക് അല്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാനിത് മൈക്രോവേവിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൈക്രോവേവ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സാധാരണ ഒരു പാത്രത്തിൽ ഇതേപോലെ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, ഉപ്പിടുക, മിക്സ് ചെയ്യുക, അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അത് ചീനച്ചട്ടിയിലോ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം.
പാത്രത്തിൽ വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടി പിടിക്കും. വെള്ളം കുറച്ച് അത്യാവശ്യം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിലോട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമുക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, കാരണം നമ്മൾ കടലയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ബീറ്റ്റൂട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ 3/4 ഗ്ലാസ് കടലയ്ക്ക് ഞാൻ 3 ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് 4 പേർക്കൊക്കെ 5 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അളവ് കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് ഞാൻ കുക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം. ഞാൻ അവസാനം എത്ര സമയം എടുത്തു എന്നും പറയാം അവസാനം കേട്ടോ. ഇതാ നമ്മുടെ കടല നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. 5 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് പ്രഷർ മാറിയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. കണ്ടില്ലേ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതുപോലെ കുക്കാവണം കേട്ടോ, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ദേ വെള്ളം ഇത്രയും ബാക്കിയുണ്ട്. ഇപ്പം സ്റ്റീൽ കുക്കറൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ കുക്കറിൽ പെട്ടെന്ന് ചിലപ്പോൾ വെള്ളം വറ്റാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് 1.5 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചോളൂ. ഇനി കുക്കർ കരിഞ്ഞു പോകാൻ നിൽക്കരുത്. അപ്പോൾ എനിക്ക് പക്ഷേ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. 1 ഗ്ലാസ് വെള്ളത്തിൽ തന്നെ ബാക്കി ഇത്രയും വെള്ളം ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ച് അത് മാറ്റം വരും. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ചില കുക്കർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു വിസിൽ വന്ന് ഉടനെ തന്നെ അടുത്ത വിസിൽ വരും. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വിസിൽ വന്ന് ഒരിച്ചിരി ഗ്യാപ്പിന് ശേഷം വേണം അടുത്ത വിസിൽ വരാൻ. അത് അങ്ങനെയാണ് ഞാനൊരു 5 വിസിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വിസിൽ വരികയാണെന്നുണ്ടെങ്കിൽ എത്ര വിസിൽ വരുന്ന എനിക്ക് അറിയില്ല. ഒരു 10 വിസിലൊക്കെ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ടേക്കും. അതിനുശേഷം നന്നായി തണുത്തതിന് ശേഷം തുറന്നാൽ മതിയാവും. അപ്പോൾ ഓരോ കുക്കർ അനുസരിച്ച് അത് മാറ്റം വരും. അപ്പം മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്ന കടൽ അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ നന്നായി കുക്കാവണമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വെള്ളത്തിന്റെ അളവൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്യാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഞാനിവിടെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സവാള മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ചെറിയുള്ളി മാത്രം എടുത്താൽ മതി. ചെറിയുള്ളിക്ക് പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പോൾ ഒരുപാട് ചെറിയുള്ളി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു 10 ചെറിയുള്ളി നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സവാളയുടെ പകുതി വളരെ നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതിയാകും. പിന്നെ കുറച്ച് കറിവേപ്പില വാഷ് ചെയ്ത് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് 3 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. കടല ഉപയോഗിക്കുന്ന കാര്യമാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് കേട്ടോ, ഗ്യാസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഈ സവാളയും ചെറിയുള്ളിയും കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം ചെറിയുള്ളിയോ അല്ലെങ്കിൽ സവാളയോ വേണം കേട്ടോ, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. അരിഞ്ഞിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചതച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചതച്ചാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്. പച്ചമുളകും നിർബന്ധമൊന്നുമില്ല, പക്ഷെ പച്ചമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും. അപ്പം ആദ്യം തന്നെ ഇതിൽ കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം മാത്രം മതി. പിന്നെ അവസാനം വേണമെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ രണ്ടിലും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അല്പം മാത്രം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞൊരു മറന്ന് കിടക്കുന്ന ഒരു ഡിഷായിരുന്നു. എൻ്റെ അമ്മായിയൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതായിരുന്നു. ഗ്രീൻ പീസ് വെച്ചിട്ടുണ്ടാക്കും, വെള്ളക്കടല വെച്ചിട്ടുണ്ടാക്കും. അപ്പോൾ ഒരുപാട് ഓർമ്മകളുള്ള ഡിഷുകളിലൊന്നാണിത്. അതുപോലെ തന്നെ ഇനി ഞാൻ ബീറ്റ്റൂട്ട് എടുക്കുമ്പോൾ പണ്ട് ചെറുപ്പത്തിലേക്ക് അമ്മയൊക്കെ ബീറ്റ്റൂട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ചുണ്ടിലൊക്കെ പരട്ടുമായിരുന്നു, ചുണ്ടിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബീറ്റ്റൂട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ നല്ല നല്ല ഓർമ്മകളുണ്ട്. പിന്നെ ബീറ്റ്റൂട്ട് ഇവിടെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വെജിറ്റബിളാണ്. അപ്പോൾ ബീറ്റ്റൂട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഉണ്ടാക്കും. എൻ്റെ ബീറ്റ്റൂട്ടിൻ്റെ 2-3 റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് തീ കുറയ്ക്കാം. ലോ ഫ്ലെയിമിൽ ഞാൻ തീ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അല്പം മാത്രം മതി, ഒരു 1/4 ടീസ്പൂൺ പോലും ഇല്ല, 2 നുള്ളി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാൻ ചതച്ച മുളകാണ്. അതേസമയം നിങ്ങൾക്ക് മുളക് പൊടി യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. പിന്നെ ചിലവർ ഇതിൽ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ. നിങ്ങൾക്ക് മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഗരം മസാല അവസാനം ചേർക്കും, ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട്. ഞാൻ തീ കുറച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു, മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് 2-3 മിനിറ്റോളം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ പച്ചമണം മാറിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. ഇട്ട ഉടനെ തന്നെ നമ്മൾ ഒരിക്കലും ഇതിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടലൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. എപ്പോഴും ഇതിൻ്റെ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി ചേർത്തോളൂ കേട്ടോ. കടല അല്ലെങ്കിലും ഗ്രീൻ പീസ് ആണെങ്കിലും എന്താണെങ്കിലും. ഗ്രീൻ പീസ് ആണെങ്കിലൊക്കെ വേവിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളൂ, പെട്ടെന്ന് തന്നെ ഗ്രീൻ പീസ് വെന്ത് കിട്ടും. അതുകൊണ്ട് ആകെ ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. കടലയ്ക്ക് പിന്നെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. ചാറ് ജസ്റ്റ് ഒന്ന് കുറച്ച് വറ്റിച്ചെടുത്തതിന് ശേഷം മാത്രം ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. എനിക്ക് മൈക്രോവേവിൽ 15 മിനിറ്റാണ് എടുത്തത് ബീറ്റ്റൂട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അടച്ചു വെച്ചിട്ട് 15 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഞാൻ പിന്നെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ബീറ്റ്റൂട്ട് നന്നായി വെന്തു എന്ന് ഉറപ്പ് വരുത്തുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ. അവസാനം ഞാനൊരല്പം ഗരം മസാല ചേർക്കുന്നുണ്ട്. ഈവൻ ഗരം മസാല ചേർക്കണമെന്നും നിർബന്ധമൊന്നുമില്ല.
നല്ലൊരു വേറൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി അല്പം മാത്രം ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. അപ്പോൾ നമ്മുടെ കടലയുടെ കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റഡ് ബീറ്റ്റൂട്ട് ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ സവാളയൊക്കെ വഴറ്റിയില്ല, അതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം, തേങ്ങ ചെരുകിയത്. പക്ഷെ ഞാൻ തേങ്ങ ചേർക്കുന്നില്ല, തേങ്ങ ചേർക്കാണ്ട് തന്നെയാണ് ഇവിടെ ഇഷ്ടം എല്ലാവർക്കും. അപ്പോൾ തേങ്ങ ചേർക്കണമെങ്കിൽ 2 പിടി തേങ്ങ ചേർക്കാം. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടിത് വറ്റിച്ചെടുക്കാം. ഈ കടല ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തോളൂ. എല്ലാ കടലയും അല്ല, എന്നാലും ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നന്നായിട്ട് കടല വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ രുചി ഒന്ന് നോക്കട്ടെ. അടിപൊളി. ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, ചോറിൻ്റെ കൂടി ഇത് മാത്രം മതി. എരിവുണ്ട് കേട്ടോ, എനിക്ക് നല്ല സ്പൈസിയാണ് ഇഷ്ടം. അപ്പോൾ എരിവ് നിങ്ങൾക്ക് കുറവ് മതിയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും മുളക്. അപ്പോൾ അത്യാവശ്യം എരിവുണ്ട്. ഇത് കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എരിവ് കുറച്ചോളൂ. ചിലവർക്ക് എരിവ് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല, അവർ വളരെ കുറച്ച് എരിവ് ഇട്ടാൽ മതി. ഓക്കെ, ഇനി നമുക്കിത് വറ്റിച്ചെടുക്കാം. ഒരുപാട് വറ്റിക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇച്ചിരി ഒന്ന് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. എൻ്റെ വായന വെള്ളം വരും. പിന്നെ നമുക്ക് ഇനി ഇതിൽ ഒരു അല്പം മാത്രം ഗരം മസാല ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല ഗരം മസാല വേണമെന്ന്. ഇതന്നെ സൂപ്പറായിട്ടുണ്ട്. ഞാനൊരു നുള്ളേ ചേർക്കുന്നുള്ളൂ കേട്ടോ, ഒരു പേരിന്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണ്ടേ. അപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ കണ്ടില്ലേ, ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് എന്ത് ചെയ്യണം, ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂയി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്യുക, അടച്ച് 2 മിനിറ്റ് വെക്കുക. അതിനുശേഷം സെർവ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി. ഇങ്ങനെ ഇരിക്കും സംഭവം. എന്താ പറയുക, നല്ലൊരു മൊഞ്ചുള്ള നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു ഡിഷല്ലേ ഇത്. അപ്പോൾ ഞാനിത് ഫോട്ടോയെല്ലാം എടുത്തതിന് ശേഷം കൊണ്ടുവരാം. ചോറുണ്ടാക്കിയിട്ട് വേണമെങ്കിൽ, ചോറ് റെഡി ആയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുഡ് വേറൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. ഈ ഒരു കറിയും ചോറും മാത്രം. വേണമെങ്കിൽ ഇച്ചിരി തൈരാവാം. അപ്പോൾ നമ്മുടെ യമ്മി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കടല ബീറ്റ്റൂട്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നമ്മൾ തൃശ്ശൂർക്കാർ ഉപ്പേരി എന്നും പറയും കേട്ടോ ഇതിനെയൊക്കെ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങളുടെ ഓർമ്മകളൊക്കെ പങ്കുവെക്കുക. അപ്പോൾ ഒരു വായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കഴിക്കട്ടെ. ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ്. ഞാൻ കുഞ്ഞായിപ്പോൾ ഈയിടെ ആയിട്ട് ഞാൻ ഒരുപാട് നൊസ്റ്റാൾജിക് ആകുന്നുണ്ട് അല്ലേ. അപ്പോൾ ചില സമയത്ത് നമ്മൾ അങ്ങനെയാണ്, ഒരുപാട് നാടും വീടും അമ്മേനെയും അച്ഛനെയൊക്കെ മിസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പഴയകാല ഓർമ്മകളിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുമെന്ന് എനിക്കറിയാം. ഇന്നലെ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിരുന്ന കടായി ചിക്കൻ ഒരുപാട് പേര് തയ്യാറാക്കി ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഈ വീക്കെൻഡിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു. I can feel it on the mug only. Soft ആണ്. അടിപൊളി. ചൂട് നോക്കിട്ട്. The inside is hard. നൈസ്. അപ്പൊ അത് ഇനി തൊട്ടിട്ട് തന്നെ ഉണ്ടാക്കണം കേക്ക്. ഓക്കെ, അമ്മ പഠിപ്പിച്ചെന്നില്ലേ? ഓക്കെ.